കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ചതിന് പിന്നിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെയും ജീവനക്കാരുടെയും അനാസ്ഥയുണ്ടെന്നാരോപിച്ച് കേരള കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് എം മാത്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ചതിനു പിന്നിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെയും ജീവനക്കാരുടെയും അനാസ്ഥയുണ്ടെന്നാരോപിച്ച് കേരള കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് എം മാത്തുണ്ണി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതിദയനീയമായ ഒരു സംഭവത്തിനാണ് ഈ കായംകുളം സാക്ഷ്യം വഹിച്ചത്. മിനിഞ്ഞാന്ന് രാത്രിയിൽ പാമ്പ് കടിയേറ്റ് വന്ന 42 വയസ്സുള്ള ഒരു സ്ത്രീ ഇവിടെ വന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് 3 പ്രാവശ്യം എന്നെ പാമ്പ് കടിച്ചു എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളവിടെ പോയി ഇരിക്കാൻ, അവരെ ഒന്ന് പരിശോധിക്കാൻ പോലും കൂട്ടാക്കാതെ നിങ്ങളവിടെ പോയി ഇരിക്കാനാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത്. അതിന് സാക്ഷ്യം വഹിച്ചത് അവിടെ കൂടെ നിന്ന നഴ്സുമാരും. ഈ ആശുപത്രിയുടെ ദയനീയ അവസ്ഥ പണ്ട് തൊട്ടേ പറച്ചിലാണ് കായംകുളത്ത്. ഈ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായേ പറ്റുകയുള്ളൂ. ആ മരണപ്പെട്ട ആ ചെറുപ്പക്കാർ സ്ത്രീകളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുക്കണം. കേരള കോൺഗ്രസ് പാർട്ടി അത് ആവശ്യപ്പെടുന്നു. വളരെയേറെ മോശമായ രീതിയിലുള്ള പ്രവർത്തനമാണ് രാത്രി കാലങ്ങളിൽ കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ലാബിൽ ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്താൽ മണിക്കൂറുകളോളം നമ്മൾ കാത്തു നിൽക്കണം. അതുപോലെ എക്സ്റേ യൂണിറ്റ്, എല്ലാ മേഖലയും സ്തംഭിച്ച് ഒരുമാതിരി അഴിമതിയുടെ ഒരു കൂട്ടാളമായി കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാറിയിരിക്കുകയാണ്. പണിതീരാത്ത വീട് പോലെ കിടക്കുന്ന ഈ ആശുപത്രിയുടെ വികസനം മുരടിച്ചു നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു ആരോഗ്യവകുപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മഷിയിട്ട് നോക്കേണ്ട ഗതികേടായിരിക്കുകയാണ്. പാഴൂർ പടിക്കൽ ചെന്ന പ്രശ്നം വെക്കണം. മന്ത്രിമാരുടെ നടപടികൾ, ആരോഗ്യമന്ത്രിയുടെ നടപടി ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി എന്തുമാത്രം ഉപകരിച്ചുവെന്ന്. കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം അധ്യക്ഷനായി. ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് KG സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി കല്ലറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ബാബുജാൻ നന്ദി പറഞ്ഞു. തുടർന്ന് കുറ്റക്കാരായവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി സൂപ്രണ്ടിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കോപ്പാറയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. CDNet ന്യൂസ് കായംകുളം.